യൂണിവേഴ്സിറ്റി അവതരിപ്പിക്കുന്ന സിറ്റി ഗോൾഡ് ഓണം വരവായി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അവിടെ നോക്കൂ, എത്ര മനോഹരമായുള്ള പൂക്കളമാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്ന ആ ഒരു ഓണപ്പൂക്കളം എന്തായാലും വളരെ സൂപ്പറായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഈ പൂക്കൾ നമുക്ക് കാണപ്പെടുന്നത്. എന്തായാലും നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പേര്? ഇസ്മായിൽ. അബ്ബാസ്. എന്ത് ചെയ്യണം നിങ്ങൾ? ബിസിനസ് ഗൾഫിലാണ്. ഓക്കെ. അപ്പോൾ എവിടെയാണ് സ്ഥലം? സ്ഥലം കാസർഗോഡ്. കാസർഗോഡിൽ എവിടെയാ? കാസർഗോഡ് ചന്ദ്രഗിരി. ചെമ്പരിക്ക. ഈ കല്യാൺ സിൽക്സിലൊക്കെ വരാറുണ്ടോ? സം ടൈം. ഓഹോ. അപ്പോൾ എന്താണ് ഈ കല്യാൺ സിൽക്സിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല സർവീസാണ്, നല്ല കളക്ഷൻസ് ഉണ്ട്. അതിന് റേറ്റ് ഒക്കെ? റേറ്റ് ഒരു മീഡിയം ലെവലിലാണ്. അപ്പോൾ ആരൊക്കെയാണ്? ഫാമിലി ആയിട്ടാണോ വന്നത്? ഫാമിലി ആയിട്ടല്ല, മുമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ആൻസർ പറഞ്ഞാൽ ഒരു അടിപൊളി സമ്മാനമുണ്ട് സിറ്റി ഗോൾഡ് സ്പോൺസർ ചെയ്യുന്ന. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? സോറി, തെറ്റാണ്. കനകത്തിൻ ഭാരമെന്തിന്നോ യോഗിനി. ഇപ്പോൾ ഇവിടെ വന്ന് എത്ര വർഷമായി സർവീസ്? സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഓക്കെ. ഇത് പുതിയ ഇതാണല്ലേ? ഓക്കെ. അപ്പോൾ എവിടുന്ന് സ്ഥലം? എൻ്റെ പാണത്തൂർ എന്ന് വെച്ചാൽ? ഓ, കാഞ്ഞങ്ങാട്. അപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ഓണല്ലേ വരും പോകുന്നത്? എടുത്തോ ഡ്രസ്സൊക്കെ? ഡ്രസ്സ് എടുത്തു. എവിടെ നിന്നാണ് എടുത്തത്? ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ എടുത്തതാണ്. പണിയെടുക്കുന്ന സംസ്ഥാനം അവിടെ തന്നെ എടുത്താൽ ഞങ്ങൾക്ക് ഒരു ഇതല്ലേ, ഗൗരവം, അഭിമാനം. അങ്ങനെയൊക്കെ ഇവിടെ തന്നെ. അപ്പോൾ ഇവിടെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടോ? ഓഫേഴ്സ് ഒക്കെ നല്ലുണ്ട്. ഓണത്തിലുണ്ട്. ഓഹോ. അപ്പോൾ നല്ലോണം ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലേ? ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അല്ല, അവർക്ക് ഗിഫ്റ്റ് കൂപ്പൺ കൊടുക്കുന്ന അതിൽ ഏർപ്പെടുക്കുക. ആരൊക്കെ കിട്ടി അവർക്ക് ഓഫർ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഇയാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. കൃത്യമായ ആൻസർ പറഞ്ഞാൽ സിറ്റി ഗോൾഡ് സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനമുണ്ട്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എനിക്കറിയില്ല, സോറി. നന്നായി ആലോചിച്ചോ? പഠിച്ചതല്ല കർണാടകയിലായതുകൊണ്ട് കേരളത്തിനെ പറ്റി അത്രയ്ക്ക് അറിയില്ല. ഓക്കെ. ഇവിടെ കന്നഡൊക്കെ ഉണ്ടല്ലേ? കാസർഗോഡ് ഒരു സപ്ത സംഗമ ഭൂമിയാണല്ലേ? അപ്പോൾ എല്ലാം മിക്സാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ അത്ര അറിയാൻ വഴിയില്ലെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. എന്താണ് ചേട്ടൻ്റെ പേര്? എവിടെയാണ് സ്ഥലം? എന്ത് ചെയ്യുന്നു? എവിടെ? ഗൾഫിലാണോ? ഓ, ഇപ്പോൾ ലീവിന് ബക്രീദിന് വേണ്ടി വന്നതാണോ? ബക്രീദ് അല്ലേ? ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഓക്കെ, വളരെ ശരിയായ ഒരു ആൻസർ ആണ്. ഓക്കെ, സിറ്റി ഗോൾഡ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി സമ്മാനം. ഓക്കെ, താങ്ക് യു സിജാസ്. എന്താ പേര്? അങ്ങനാണോ? എന്താ കുട്ടിയുടെ പേര്? അനീഫോ. എന്ത് പഠിക്കുവാണോ? എത്രയാണോ? പാട്ടാണോ? അല്ലേ? ഇതാരോ? ഓക്കെ. അപ്പോൾ എവിടെയാണ് സ്ഥലം?
എഡ്നറാണോ? ഇപ്പൊ ഇവിടെ എന്തിന് പർച്ചേസിംഗിനാണോ? ആരൊക്കെയാണ് വന്നത്? വൈഫുണ്ടോ? ഫാമിലി ആയിട്ടാണല്ലേ വന്നത്? ചേട്ടനോടൊരു ചോദ്യം, സാറോന്റെ ഫുൾ ഫോം. അപ്പൊ വേറൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. ആരും ഇഷ്ടപ്പെടാത്ത പണം? വളരെ ശരിയായ ഉത്തരമാണ് നിങ്ങൾ കേൾക്കുന്നത്. കല്യാൺ സിൽക്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി സമ്മാനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, മോനു. ഓക്കെ, താങ്ക് യു. ഹായ്, എന്താ പേര്? എന്ത് ചെയ്യുവാ? എവിടെ? ഓക്കെ. ഓഹോ, അപ്പൊ ഇവിടെ സ്ഥലം കൊല്ലത്തുനിന്ന്. കാസർഗോഡ്. കൊല്ലത്തുനിന്ന് അത്ര ദൂരത്തുനിന്ന് ഇവിടെ വരെയുള്ള കാരണം? ഓ, എങ്ങനെയുണ്ട് കാസർഗോഡിനെ കുറിച്ചുള്ള അഭിപ്രായം? അപ്പൊ ഓണത്തിന് പോകുന്നില്ലേ നാട്ടിലേക്ക്? ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തോ? ഇവിടെ നിന്നാണ് എടുക്കാൻ താല്പര്യം? കാസർഗോഡ് തന്നെയാണോ അല്ല കൊല്ലത്തിനാണോ? കല്യാൺ സിൽക്സ് സ്ഥിരം വരാറുണ്ടോ? അപ്പൊ കല്യാണത്തിനെ കുറിച്ചുള്ള അഭിപ്രായം? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ നല്ല അഭിപ്രായമാണ് കല്യാൺ സിൽക്സിനെ കുറിച്ചുള്ളത്. ടീച്ചേഴ്സ് അല്ലേ, അപ്പൊ എന്തായാലും അറിയാതിരിക്കാം. ശരിയാണ്. അപ്പോ ശരി ഉത്തരമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപഹാരമുണ്ട്. ഹലോ, എവിടെയാണ് ഓടി പോകുന്നത്? ഇങ്ങോട്ട് വരൂ, കുറച്ച് മുമ്പോട്ട് വരൂ. സ്റ്റാഫ്സ് ആണോ? എന്താണ് അയാളുടെ പേരൊന്ന് പറയൂ. ഗൗതമി, സറീന, സനുഷ, ദീപ്തി. ഓക്കെ, അപ്പോ തുടക്കം മുതൽ നിങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ? ഇപ്പൊ ഇന്റർവ്യൂവിലാണ് സെലക്ട് ചെയ്ത്. ഓക്കെ, അപ്പോ എന്താ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ? അല്ല, ഡിഗ്രി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാട്ട് പാടുന്നെന്ന് കേട്ടു. എന്തായാലും നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടണം. ഒന്നിച്ച് പാടിയാലും പ്രശ്നമില്ല. പാടോ? പാടോ, ഏതെങ്കിലും ഒരു പാട്ട് പാടൂ. എത്ര പാട്ട് കിടപ്പുണ്ട്? മലയാളികളല്ലേ? എല്ലാരും മലയാളികളല്ലേ? അപ്പൊ ഒരു പാട്ട് സെലക്ട് ചെയ്ത് പാടിക്കോളൂ. ഏതെങ്കിലും അറിയുന്ന പാട്ട്? എല്ലാവർക്കും അറിയുന്ന പാട്ടില്ലേ? ഏതെങ്കിലും അറിയുന്നത് വേണമെങ്കിൽ ഞാൻ തുടക്കാം. तू ही ये मुझको बता दे चाहो मैं या ना, अपने तो दिल का बता दे चाहो मैं या ना, इतना बता दो तुझको चाहत में अपने मुझको तू तो नहीं सिया, फिर भी ये सोचा दिल ने अब जो लगा हो मिलने सोचा तुझे. ഓക്കെ, പ്രശ്നമില്ല. വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിരുന്നു പാട്ട്. എന്തായാലും ഇനിയും പാടാനൊക്കെ ട്രൈ ചെയ്യണം. നന്നായിട്ടുണ്ട്. പ്രോത്സാഹിപ്പിക്കണം നിങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ താങ്ക് യു ഞങ്ങളോട് സഹകരിച്ചത് നന്ദി. അപ്പോൾ കുറേ ആളിങ്ങനെ പരിചയപ്പെട്ട് വരുന്നുണ്ട്. ചിലവരൊക്കെ മാറി നടക്കുന്നുണ്ട്, എന്നാലും ചിലവർ സഹകരിക്കുന്നുണ്ട്. എന്തായാലും സഹകരിക്കുന്നത് മുഴുവനും ഇങ്ങനെ കവറൊന്നും ഇല്ലാത്തവരാണ് അധികം സഹകരിക്കുന്നത്. എന്നാലും ഓരോ ഫാമിലി പരിചയപ്പെട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഓണത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ ഓണം, മുമ്പത്തെ ഓണം? കുഞ്ഞുങ്ങളുടെ ഓണം എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഇപ്പം ബിസിയായിട്ട് ഓണത്തിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്ത പോലെയാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ കല്യാൺ സിൽക്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാമോ? നല്ലൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് മെയിൻ ആയിട്ടുള്ള എയിം. പിന്നെ ഐറ്റംസാണ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഐറ്റംസ് ആണ്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസസ് അനുസരിച്ചാണ്. ഇതൊക്കെ പാട്ടില്ലേ? ഇപ്പോൾ
നിങ്ങൾ സിനിമ ഒന്നും കാണാറില്ലേ? സിനിമ പാട്ടാവും ഏത് ഓണപ്പാട്ടാവും? ഓക്കെ, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല വിനീത. ഇപ്പോൾ തുടക്കം മുതലേ ഇവിടെ ഇന്റർവ്യൂ സെലക്ട് ചെയ്തതാണോ? അല്ല, ഇവിടെ സ്ഥലം ശരിക്കും ഇവിടെ തന്നെ കോട്ടക്കണി കർദക്കാട് അടുക്കത്ത് വരും. പേര് മമത. ഞാൻ ഇതൊന്നും നിങ്ങൾ ബ്യൂട്ടി കണ്ടിട്ടായിരിക്കും സെലക്ട് ചെയ്തതെന്ന് എല്ലാവരും ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പോൾ സമ്മാനമുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: വച്ചടി കയറ്റം സംഭവിക്കുന്ന ഒരു ജോലി. വച്ചടി കയറ്റം സംഭവിക്കുന്ന ശരിയുത്തരമാണ്. എന്താ പേര്? മമത. ശരിയുത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ പറഞ്ഞ മമത ചേച്ചിക്ക് ഞാൻ മാവിൻ്റെ കയ്യിലേൽപ്പിക്കുകയാണ് ഗിഫ്റ്റ്. ഞാൻ തന്നെ സ്പോൺസർ ചെയ്യുന്ന നല്ലൊരു ഗിഫ്റ്റാണ്. ഓക്കെ, ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഒരു ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എന്താ പേര്? ജ്യോതി. അക്ഷിത. അപ്പോ ഇത് മോളാണോ? ഒറ്റ മോളാണല്ലേ? ഓക്കെ, അപ്പൊ എന്താ ഇപ്പോ പർച്ചേസിങ് എന്താ എടുത്തോ? പിന്നെ ഓണത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഇപ്പോഴത്തേത് മുമ്പത്തേതുമായിട്ടുള്ള? മുമ്പത്തെ ഓണ നല്ലത്. ഇപ്പോഴത്തെ ഓണം എന്ന് വെച്ചെങ്കിൽ എല്ലാം ഹൈടെക്, എല്ലാം റെഡിമെയ്ഡാണ്. പഴയ കാലത്തെ ഓണം നാടൻ ഡ്രസ്സില്ല, നാടൻ കളികളും ഇതെല്ലാം അതൊക്കെ മാഞ്ഞു പോവേണ്ടല്ലേ? അപ്പോ മോള് എത്രയല്ലേ പഠിക്കണേ? പാട്ട് പാടോ? രണ്ടൊരു പാടോ നമുക്ക് വേണ്ടിട്ട്, ചേച്ചിക്ക് വേണ്ടിട്ട് പാടോ? ഓക്കെ, അപ്പോ ഈ കുട്ടി ഒരു പാട്ട് പാടാൻ പോവുകയാണ്. ഒന്നിച്ചടി മറഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. ഒരു പാട്ട് പാടാൻ. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുള്ള നട്ടു, കണ്ണീർ തേവി നനച്ചു കീനാവിൻ്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമുട്ടവൻ എന്തേ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേട്ടു. ഓ, കലക്കി, വളരെ നന്നായിട്ടുണ്ട്. ഇതാണോ പാട്ട് അറിയില്ല എന്ന് പറഞ്ഞത്? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പാട്ട് പഠിക്കുന്നുണ്ടോ? എന്തായാലും നല്ല ഭാവിയുണ്ട് കുട്ടിക്ക്. ഓക്കെ, താങ്ക് യു. എന്നൊരു വാക്കിൽ പരിഭവം കാട്ടി ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാൻ കിടാവേ നീ അകലെ മാറി നിൽക്കാനെന്തേ. റുബീന. പിന്നെ എന്ത് നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്സ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് ഓണത്തെ കുറിച്ചുള്ള അഭിപ്രായം? ഇപ്പോഴത്തെ ഓണം പഴയ ഓണം അങ്ങനെ കേട്ടിട്ടറിയില്ലേ? ചില പാട്ടുകളിലൊക്കെ കൊടുത്തിട്ടില്ലേ? അതിൽ വ്യത്യാസമൊന്നുമില്ല. പഴയ ഓണം പുതിയ പക്ഷെ ഇത് പറ്റുന്നില്ലല്ലോ. ഇപ്പൊ എല്ലാം അധികം ടിവിയുടെ മുമ്പിലല്ലേ സ്പെൻഡ് ചെയ്യുന്നത്. ശ്രമിക്കുന്നുണ്ട് എല്ലാവരും. അത്ര പോയിട്ടാ ചോദ്യം ഇതാണ്: വലിക്കുന്നോറും ചെറുതാകുന്ന സാധനം. സിഗരറ്റ്. വളരെ കറക്റ്റായ ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്.
ഇന്ത്യയിൽ തന്നെ വളരെ ഏറ്റവും വലിയ റെസ്റ്റോറൻ്റായ ഗാലക്സിയിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താ പേര്? സയ്യദ് യഹിയ. ഈ ഹോട്ടലിലെ മുതലാളിൻ്റെ അലിയനാണ്. അപ്പോൾ ഇവിടെ ഏത് തരം ഫുഡൊക്കെയാണ് ഇവിടെ? അൽഫാമും ടേസ്റ്റഡ് അൽഫാമാണ് ഞങ്ങളത്. പിന്നെ ഗ്രിൽസ് ഉണ്ട്, ടിക്ക ഉണ്ട്, അതുമാതിരി മന്തി റൈസ് ഉണ്ട്, അറേബ്യൻ ഫുഡ്സ്, അറേബ്യൻ സ്റ്റൈലിലെ ഫുഡ്സ് ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ്സ് ഞങ്ങൾ ഇവിടെ ഓൾറെഡി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നല്ല കച്ചവടമുണ്ട്, നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങൾ കസ്റ്റമേഴ്സിനെ നല്ലവണ്ണം ട്രീറ്റാക്കിയിട്ട് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും കച്ചവടം ഉണ്ടാവും. നമുക്ക് പൊതുവേ എടുത്ത ലോക്കൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും, കുറച്ച് ടൂറിസ്റ്റ് വരുന്ന ഓരെല്ലാം കച്ചവടം ഉണ്ടാവും. വെരി ഗുഡ്. ഒരു പ്രാവശ്യം വന്ന കസ്റ്റമർ പൊതുവെ വന്നുകൊണ്ടുണ്ടാവും ഇവിടെ. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. ഓക്കെ, ഹലോ. പേര്? ഹനീഫ്. എന്ത് ചെയ്യുവാ? ബിസിനസ്സാണ്. എവിടെ? ബന്ദിയോടാണോ? അപ്പോൾ നാട്ടിൽ തന്നെയാണല്ലേ? കണ്ടിട്ടൊരു ഗൾഫ് ടീമാണെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ ഇപ്പോൾ ബക്രീദ് വരാൻ പോകും. അതെ. ഡ്രസ്സ് ഒക്കെ പർച്ചേസ് ചെയ്തോ? എവിടെയാണ്? കല്യാണിന്റെ സ്ഥിരം കസ്റ്റമറാണോ? അതെ. അപ്പോൾ കല്യാണിനെ കുറിച്ച് എന്താണ് പറയാറുള്ളത്? കല്യാണം കാസർഗോഡ് വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു ഷോപ്പാണ്. ഏത് ഡ്രസ്സും എല്ലാം ഒരേ അടുത്ത് സെലക്ഷൻ കിട്ടും. ഓക്കെ, എല്ലാവർക്കും ഇതുപോലുള്ള നല്ല അഭിപ്രായമാണ് കല്യാണിനെ കുറിച്ചുള്ളത്. മാരീഡ് ആണോ? അതെ. കുട്ടികളുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ കുട്ടികൾ? ഓക്കെ, എന്താ മോളുടെ പേര്? റാനിയ. ഓക്കെ, എത്രയിലാ പഠിക്കുന്നേ? UKG-യിലാണോ? എന്താ മോന്റെ പേര്? റിഫാത്ത്. എത്രയിൽ പഠിക്കുക? 3-ല്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. യെസ്, കറക്റ്റ് ആൻസർ. അപ്പോൾ ഉത്തരം പറഞ്ഞ ഈ ചേട്ടന് കല്യാൺ സിൽക്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. സന്തോഷമായില്ലേ? ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഗാലക്സി ഹോട്ടലിലെ ഫാമിലി റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ഫാമിലി പരിചയപ്പെടാം. ഹായ്, എന്താ പേര്? മുഹമ്മദ് റഫീഖ്. എന്ത് ചെയ്യുക? ഞാൻ ഗൾഫിലാണ്. ഇവിടെ എപ്പോഴാണ് നാട്ടിൽ വന്നേ? 10 ദിവസം. ഓക്കെ, പിന്നെ എവിടെ വീട്? നഗർ. ഇതൊക്കെ ആരാ? ഓക്കെ, ഉമ്മക്ക് പേര് പറയും. ചോദ്യം ഇതാണ്: തലയില്ലാത്ത ജീവി. തലയില്ലാത്തതെന്ന് വെച്ചാൽ ആ ഉടൽ മാത്രം, ഉടലിൽ കാലൊക്കെ അടങ്ങിയിട്ട് അങ്ങനെ തലയില്ല. മറ്റൊരു ഫാമിലിയോട് ഇതേ ചോദ്യം ചോദിക്കാം. തലയില്ലാത്ത ജീവി. ശരിയാണ്. ഉത്തരം പറഞ്ഞ ഈ ഫാമിലിക്ക് സിറ്റി ഗോൾഡ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി സമ്മാനം ഞാൻ മാവേലി ഏൽപ്പിക്കുകയാണ്.